ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതേപോലെ നിങ്ങൾക്ക് വീട്ടുജോലിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ പതിവ് പോലെ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം ബാക്കി വന്നപ്പം തേങ്ങ അരച്ച് പാരുമ്പം അല്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയോ ദോശയോ അതിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാൻ ചിക്കൻ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ട് പാർന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഓട്ടടയാണ്. അപ്പോൾ ഓട്ടടൻ്റെ മാവൊക്കെ ഒന്ന് അരച്ചെടുക്കണം. തലേന്ന് രാത്രി ഇതാ അരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കുതിർന്ന് വന്ന അരി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ചോറും ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതാ അരിയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടട ഉണ്ടാക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഓട്ടടേൻ്റെ മാവ് ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ ഓട്ടടേൻ്റെ മാവ് ആ ഒരു പരുവം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി ഓട്ടട നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുപ്പൊക്കെ നല്ലപോലെ തീ കൂട്ടിയെടുക്കണം. ഇത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വീട്ടുജോലികളൊക്കെ പെട്ടെന്ന് അതൊരു 10 മണി അല്ലെങ്കിൽ ഒരു 8 മണി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ടൈമിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരാൻ എനിക്കൊക്കെ പറ്റുന്നില്ലല്ലോ, എനിക്കതിനുള്ള വഴി കിട്ടുന്നില്ലല്ലോ എന്നത് ചിന്തിച്ച് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞുതരാം കേട്ടോ. ടിപ്സ് വന്നിട്ടുള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അതും ഒരു സമയം ക്രമീകരിക്കുക, കൂടെ തന്നെ ഒരു പ്ലാനിങ്ങും വേണം കേട്ടോ. ടൈം എത്രത്തോളം നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ തീർക്കൽ കേട്ടോ. ടൈമറൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ ജോലികൾ ക്രമീകരിക്കുക കേട്ടോ. അതിന് ആദ്യം വേണ്ടത് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ കുറേ വീഡിയോയിൽ പ്ലാനിങ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ പറയുക. അതേപോലെ സമയക്രമീകരണം. സമയം എത്രത്തോളം ഉണ്ടോ എല്ലാവർക്കും ഒരേ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതാദ്യം ചിന്തിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ടൈമർ വെച്ചിട്ട് നമുക്ക് ജോലികൾ തീർക്കാം. നന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് കുറച്ച് സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്, അല്ലെങ്കിൽ 10 മിനിറ്റാണ്, അല്ലെങ്കിൽ 5 മിനിറ്റാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ആ ഒരു പരിധിയിൽ നമ്മളെ പണികളൊക്കെ നമുക്ക് തീർക്കാനുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ അത് വരും കേട്ടോ. അപ്പോൾ ടൈമറൊക്കെ വെച്ചിട്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ് കേട്ടോ. അപ്പം നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ അത് കഴിയുന്നുള്ളവരാണെങ്കിൽ അതും കൂടി ചെയ്തിട്ട് നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ പാചകമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളെ പണികൾ പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിറ്റേന്നേക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് എന്തുണ്ടാക്കണം, ഡിന്നർ എന്താവണം, ഈവനിങ് സ്നാക്സ് എന്താവണം എന്നുള്ളതൊക്കെ ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ജസ്റ്റ് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ നമ്മൾ നാളെ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും കേട്ടോ. കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെങ്ങാണ്ട് അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കേണ്ട കറി ഉണ്ടാവുമല്ലോ, അതൊക്കെ തലേന്ന് കുക്ക് ചെയ്ത് വെക്കാം. പിറ്റേന്ന് നമുക്കത് വറവിട്ടെങ്ങാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. ഉപ്പേരിക്കുള്ളത് വേറെ, കറിക്കുള്ളത് വേറെ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിറ്റേന്നേക്ക് നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാവും കേട്ടോ. ഇതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ജോലികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് ചെയ്ത് വരുമ്പം ടഫായിട്ടുള്ളത് നമ്മൾ അവിടെ വെക്കും കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ടഫായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ അത് നമ്മൾ ഫസ്റ്റിലേ ചെയ്ത് തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് സിമ്പിളാണല്ലോ ചെയ്യാനെന്നുള്ള ആ ഒരു ഇതുണ്ടാകുമ്പം തന്നെ
നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകും, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തു പോകും ട്ടോ. കാര്യങ്ങൾക്കും പല സാധനങ്ങളും നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് തിരിച്ചു വെക്കാത്ത ഒരു ശീലം ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കണം ട്ടോ. ആണോ ആ സാധനം എടുത്തിട്ടുള്ളത്, ആ സാധനത്തിന് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേപടി തന്നെ അവിടെ നമ്മൾ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ശീലം നമ്മൾ ശീലിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് വൃത്തികേടായിരിക്കും, നല്ല മെസ്സിയായി നമ്മളെ വീട് കിടക്കില്ല ട്ടോ. അതേപോലെ പഴയ സാധനങ്ങൾ, നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ കുന്നുകൂടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതും, പിന്നെ സ്ഥലമില്ലാത്ത, സ്ഥലമെനക്കേടുള്ളത്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് ട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സമയം എടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ട്ടോ. അതിനാകുമ്പോൾ തന്നെ നമ്മളെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനും ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ ഒരു തോന്നലുണ്ടാവും ട്ടോ. നമ്മള് അലക്കി തോരയിട്ട് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ട്ടോ. ഓരോരുത്തരുടെ ഡ്രസ്സും എന്താ പറയുക, നമ്മൾ മടക്കി വെക്കാൻ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കുന്നു കൂട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തരുടെ വെവ്വേറെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടില്ല, ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും എല്ലാ ഡ്രസ്സുകളും ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ വേർതിരിച്ച് വെക്കുക. ഇപ്പോൾ കുട്ടികളുടെ അത് വേറെ വെക്കുക, പിന്നെ അവിടുത്തെ ഉമ്മാൻ്റെ ആണെങ്കിൽ അത് വേറെ, ഉപ്പാൻ്റെ ആണെങ്കിൽ വേറെ, അങ്ങനെ വേർതിരിച്ച് വെച്ചിട്ട് പെട്ടെന്ന് മടക്കി വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ സാധനങ്ങൾ അവരെ ഡ്രസ്സ് വെക്കുന്നവിടെ തന്നെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോയി വെക്കാനും ഒക്കെ പറ്റും ട്ടോ. ജോലി തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും, മടുപ്പ് തോന്നും. നമുക്കിതൊന്നും ചെയ്യണ്ട, കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, കുറച്ച് നേരം ഫോണൊക്കെ നോക്കുക. ഈ ഫോണൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഫോൺമേൽ തന്നെ ആവും ട്ടോ. അപ്പോൾ ബോറടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊരു 5 മിനിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇടയ്ക്കൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ കേൾക്കും ട്ടോ. പാട്ട് കേട്ടുകൊണ്ട് പെട്ടെന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും ട്ടോ. അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്കും എന്താ പറയുക, ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും. കൂടെ നമ്മളെ പണികളും പെട്ടെന്ന് തീരും ട്ടോ. ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്ത് പോരുന്നതുകൊണ്ടാണ് എൻ്റെ വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുന്നതും എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നതും ട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക ട്ടോ. അപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു ട്ടോ. ഓട്ടടയും കാര്യങ്ങളൊക്കെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണ് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തു ട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കാണ് ട്ടോ. ഈ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കാന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിലേ കുറേശ്ശെ പാത്രങ്ങൾ കഴുകി വെക്കാൻ നോക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് പണികൾ ഉണ്ടാവൂലേ. പിന്നെ ദാ നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.